അപ്പം നമ്മളിന്ന് കാണുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ഞങ്ങൾ വേവിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതായത് ഞങ്ങളുടെ ജദ്ദയിലെ ഒരു ചക്ക ഫാക്ടറിയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഒരാൾ റെഡിയാക്കുന്നു. അതിൻ്റെ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലിന് കൂഞ്ഞി എന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം അടുത്ത് പിറക്കി ഒരാൾ ഇവിടുന്ന് തരുന്നു. അടുത്തയാൾ അത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് അടുത്തയാൾക്ക് കൊടുക്കുന്നു. അവിടുന്ന് അതിൻ്റെ കുരു മാറ്റി അങ്ങോട്ടേക്ക് ഇടുന്നു. അവിടുന്ന് അടുത്തയാൾ അരിയുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ വേണ്ടേ. ഞങ്ങളുടെ ചക്കക്കുരു ഇതൊക്കെ വെച്ച് ഞങ്ങൾ നല്ല പരിപാടികൾ നടത്തുന്നുണ്ട്. പിന്നീട് മാങ്ങ ഉണ്ട്, മുരിങ്ങയ്ക്ക ഉണ്ട്, അതെല്ലാം വെച്ച് നല്ല കറി വരും. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മൾ ചക്ക വേവിക്കാനായിട്ട് നമുക്ക് വേണ്ടിയ ഒരു സാധനമാണ് തേങ്ങ. അപ്പോൾ അത് നല്ല ഫ്രഷ് തേങ്ങ നമുക്ക് ഒന്ന് പൊട്ടിക്കാം. അയ്യോ, അടിച്ചിട്ട് പൊട്ടുന്നുമില്ലല്ലോ. അപ്പം അതിൻ്റെ വെള്ളം നമ്മൾ കളയാതെ അങ്ങനെ എടുക്കുകയാണ്. അപ്പം തേങ്ങ അങ്ങനെ പൊട്ടിച്ചു. അപ്പം തേങ്ങ തിരുമ്മി നമുക്ക് ചക്കയ്ക്ക് അരയ്ക്കണം. അപ്പം ചക്ക വേവിക്കുന്ന പ്രൊസീജിയർ നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മൾ പൊട്ടിച്ച തേങ്ങ തിരുമ്മി എടുക്കുകയാണ്. അതാ നാടൻ ചിരവ ഉപയോഗിച്ചുകൊണ്ടോ, ചിരവ കണ്ടോ. ഈ കാലത്ത് കാണാൻ പറ്റാത്ത കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഈ ഗൾഫിൽ നിന്ന് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ തേങ്ങ നമ്മൾ തിരുമ്മി ഇത് നമുക്ക് അരച്ചാണ് ചക്ക വേവിക്കുന്നത്. അപ്പം നമ്മൾ ചക്ക വേവിക്കാനായിട്ട് ചക്ക അരിഞ്ഞത് മുമ്പേ കാണിച്ചു തരുന്നല്ലോ, അത് ഒരു പാത്രത്തിലെടുത്തു. പിന്നെ ഒരല്പം ഉപ്പിട്ടു. ഇതിന് ഞാനൊരു 2 ചെറിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അത്രയും. നമ്മളെ ചക്ക ആവിയിൽ വേവേണ്ട സാധനമാണ്. അപ്പം വെള്ളം വളരെ കുറച്ച് മതി. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ കരിയാപ്പിലയും കൂടി ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ വെള്ളം അത് തിളച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ആവിയിൽ നമ്മൾ വെക്കും. ഓക്കെ, അപ്പം നമ്മളിത് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഒന്നും കൂടി ഇത് അടച്ചു വെക്കുക. അപ്പം ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ചക്ക വേകും. അപ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് നമ്മൾ ശരിയാക്കാം. അപ്പം നമ്മൾ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അരപ്പ് നമ്മൾ ശരിയാക്കുകയാണ്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 അല്ലി. കാന്താരി, നാട്ടിൽ നിന്നുള്ള കാന്താരി, ചുവന്നുള്ളി, കുരുമുളക്, നല്ല ജീരകം, പിന്നെ ഒരു തേങ്ങ തിരുമ്മിതാണ് എടുത്തിരിക്കുന്നത്, മഞ്ഞളും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിപ്പോൾ ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് അരപ്പരച്ചതാണ്. തേങ്ങയും ഞാൻ മുമ്പേ കാണിച്ച സാധനങ്ങളെല്ലാം കൂടി അരച്ചു. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഈ ഇടയ്ക്കോട്ടൊന്ന് നടുക്കോട്ടൊന്ന് ഇടും. എന്നിട്ടത് വേകാനായിട്ട് നമ്മളൊന്നും കൂടി അടച്ചു വെക്കും. ഓക്കെ, അപ്പം നമ്മുടെ ചക്ക ഇവിടെ വെന്തിരിക്കുകയാണ്. നമുക്ക് ഇനി അത് ഇളക്കാം. ഓക്കെ, അപ്പം അല്പം പച്ച കരിയാപ്പില കൂടി ഇടുന്നു. ആദ്യം നമ്മൾ ഇട്ടതാണ് കരിയാപ്പില, എന്നാലും നാട്ടിൽ നിന്നൊക്കെ കിട്ടിയ കരിയാപ്പിലയല്ലേ, നമുക്കൊന്ന് തകർക്കാം. അപ്പം എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കണം. ഈ അരപ്പെല്ലാം കൂടെ ചേർത്ത് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിളക്കിയാൽ നല്ലതായിരിക്കും. നല്ല പച്ച വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മൾ ചക്ക വേവിച്ചു. അപ്പം അത് മീൻകറി കൂട്ടി കഴിക്കാനാണ് ഇവിടെ ചിലർക്കൊക്കെ ഇഷ്ടം. എന്നാൽ എനിക്കങ്ങനല്ല. ഇത് കണ്ടോ, വെളിച്ചെണ്ണയാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ഇതിൻ്റെ കൂടെ നെയ്യ് കൂട്ടി കഴിക്കാനാണ്. ചൂട് നെയ്യ് ഒഴിച്ച് കഴിക്കാൻ. അതല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കയും മീൻകറി കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചക്കയും ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നവരുണ്ട്.
എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെയും നോക്കാം, ഇങ്ങനെയും നോക്കാം. അപ്പം നമ്മുടെ ചക്ക റെഡിയാണ്. നല്ല അടിപൊളി നമ്മുടെ നാട്ടിൽ നിന്ന് ഫ്രഷ് ചക്ക കൊണ്ടുവന്ന് ചക്കയും നല്ല ഒന്നാന്തരം മീൻ കറിയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് നല്ല എന്താ പറയണ്ടേ, ചെറിയ പ്രായത്തിലൊക്കെ ചക്ക കഴിച്ചതാണ്. ഒത്തിരി പ്രവാസികളുടെ ഒരു പ്രത്യേകതയാണല്ലോ, നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇതൊന്നും കിട്ടത്തില്ല. ഏതായാലും നമുക്ക് ഫ്രഷ് നാട്ടിൽ നിന്ന് നമ്മുടെ ജെയിംസ് അച്ഛൻ കൊണ്ട് തന്നുകൊണ്ട് കിട്ടി. നല്ല ചൂടോടെ ചക്കയും നല്ല അടിപൊളി മീനും കൂടെ കഴിക്കുക. അടിപൊളി എന്താ പറയണ്ടേ. സത്യം പറഞ്ഞാൽ വർഷങ്ങൾ കൂടിയാണ് ഈ ചക്ക വേവിച്ചത് കഴിക്കുന്നത്. അപ്പം ചക്ക വേവിക്കാനുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നപ്പോൾ തീർച്ചയായിട്ടും ചക്കയുള്ളവരൊക്കെ വേവിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു പാചകമോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.